കാരണം ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്നത് നമ്മിലെല്ലാവരിലുമുള്ള പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. നമ്മെ ഗൈഡ് ചെയ്യുവാൻ ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്കാവശ്യമായിരിക്കുന്ന കരുതൽ തരും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ആശീർവാദ വാക്യം പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. നമ്മൾ കൂട്ടായ്മക്കാരാണെങ്കിൽ കൂട്ടായ്മയിൽ ആരുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞോണം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13-ന്റെ 14 ഇല്ല, 13 2 കൊരിന്ത്യർ 13-14. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ദൈവസ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയ നമ്മുടെ കൂട്ടായ്മ ആരോടാ? പിതാവാൻ ദൈവത്തോടും പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനുള്ള നമ്മുടെ കൂട്ടായ്മ. സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:2-3 തോന്നുന്നു. സ്തോത്രം. അപ്പം പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്, ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് നാം കൂട്ടായ്മയിൽ നമ്മോടുകൂടെ. എന്തിന്? സ്തോത്രം. ദൈവമക്കളെ, ഈ ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നത് ദൈവം തന്ന സ്നേഹമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. കൂട്ടായ്മക്കാർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഇതെല്ലാം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. പൗലോസ് പറയാണ്, ഫിലേമോനെ, നിന്നിൽ ഞാൻ ആ സ്നേഹം കണ്ടു. ആ സ്നേഹത്തിൻ്റെ അകത്ത് ദയയുണ്ട്, താഴ്മയുണ്ട്, ദീർഘക്ഷമയുണ്ട്, എല്ലാമുണ്ട്. പറയാണ്, നിന്നിൽ ഞാൻ ആ സ്നേഹം കണ്ടു, നിന്നിൽ ആ വിശ്വാസം കണ്ടു. ഞാൻ പറയട്ടെ, 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇന്നത് അന്യമായി കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ഹല്ലേലൂയ.